എന്തെല്ലാം ചങ്ങായിമാരെ 2-3 ദിവസമായിട്ട് മുസ്ലിം പെൺകുട്ടികൾ ഓണം തൂക്കി. ഓണമായിട്ടില്ല, അതിനു മുമ്പേ മുസ്ലിം പെൺകുട്ടികൾക്കാണ് അതിൻ്റെ അവാർഡ് കിട്ടിയത് അല്ലേ. പല കോളേജുകളിലും പല സ്കൂളുകളിലൊക്കെ മുസ്ലിം പെൺകുട്ടികൾ ഓണം തൂക്കിയെന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും മുസ്ലിം പെൺകുട്ടികൾ ഓണം തൂക്കിയതാണോ, അതല്ല മുസ്ലിം പെൺകുട്ടികൾ ഓണത്തെ ഇല്ലാതാക്കിയതാണോ എന്ന് ഒരുപാട് പേർക്ക് പല സംശയങ്ങളും ഉണ്ട് അല്ലേ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരെ ട്രോൾ ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ ട്രോൾ ചെയ്തവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, കറക്റ്റ് നിങ്ങൾ ഇതൊന്ന് കേൾക്കണം കേട്ടോ. എല്ലാത്തിൻ്റെയും മറുപടി നമ്മുടെ ഉസ്താദ് അദ്ദേഹം പറയുന്നുണ്ട്, ഒന്ന് കേട്ട് നോക്കാം. പ്പോഴത്തേക്ക് മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും പടച്ചവനെ ഇങ്ങനെ ആഘോഷത്തിന്റെ മതിമറവിലാണ്. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ നമ്മളിപ്പോ ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ലടോ. ഇവിടെ ഓണമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സങ്കടം തോന്നുകയാണ് ചില കാര്യങ്ങൾ കാണുമ്പോൾ. ഇന്നെടുത്തു നോക്കിയാൽ ഓണം പാടില്ല, ഓണത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്ന ഉസ്താദന്മാർ ഒരു വശത്ത്, ഫത്വ പറയുന്ന മറ്റൊരു വിഭാഗം മറുഭാഗത്ത്. പടച്ചോനെ, എന്നിട്ട് സത്യം പറഞ്ഞാൽ അടുത്ത കമന്റ് എന്ന് പറയുന്നത് ഓണം മുസ്ലിങ്ങൾ തൂക്കി എന്നാ പറയണേ. ഇപ്പൊ തൂക്കലിന്റെ കാലവാ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം പെൺകുട്ടികളെ തൂക്കി, കോളേജിൽ സാരി ഇട്ടുണ്ട്, തലേ തുണി ഇട്ടുണ്ട് ആടുന്ന പെൺകുട്ടികളുടെ വീഡിയോ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാ തോന്നണേ. എനിക്കിതൊക്കെ കാണുമ്പോ സങ്കടമാണോ തോന്നുന്നേ. എന്ത് സങ്കടം ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയോ? ഓണം എന്ന് പറയുന്നത് പണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ ഓണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്നവരാ. ഈ ഓണം എന്ന് പറയുന്നത് ഹൈന്ദവ വിഭാഗത്തിന്റെ, ആ ഹൈന്ദവ വിശ്വാസികൾ ഓണത്തിന് ഒരു ബഹുമാനവും ആദരവും ഉണ്ടോ അവർക്ക്. ഓണമെന്ന് പറയുമ്പോ ആ ഓണത്തിന് അവരൊരു ബഹുമാനവും ആദരവും അവർ കൊടുക്കുന്നുണ്ട്. ആ ആദരവും ബഹുമാനവും കൊടുക്കുന്ന ആ ഓണം വരുമ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ സാരി ഉടുത്തിയിട്ട് കിട്ടിയ അവസരം പോലെ കിടന്നുകൊണ്ട് എന്തൊക്കെയാ കാണിക്കുന്നത്? എന്തു പേക്കൂത്താടോ കാണിക്കണേ? എടോ, ഡാൻസ് ആടലോ ഫറദ ഇടലോ സാരി ഉടുക്കലോ അല്ല വിഷയം. ഒരു സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ആരാധന. ഇപ്പം വലിയ പെരുന്നാൾ വരുന്നു, ചെറിയ പെരുന്നാൾ വരുന്നു, അവരൊക്കെ എന്ത് ബഹുമാനം. നബിദിന റാലി നടത്തുന്നു, എത്ര ബഹുമാനം. ആ നബിദിന റാലി നടത്തുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത് അമ്പലത്തിന്റെ മുമ്പിലാ. ഇവിടുത്തെ ഹൈന്ദവനും മറ്റുള്ളവരൊക്കെ ഓട്ടോ ഡ്രൈവർമാർ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നു. വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നു അവർ. നമ്മൾ ബഹുമാനത്തോടു കൂടി കാണുന്നതിന് അവരും ബഹുമാനിക്കുന്നു. ഹൈന്ദവ വിശ്വാസികൾ ഓണത്തിന്, ആ ഓണം എന്ന് പറയുന്നത് ഒരു ആരാധന പോലെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു കാര്യത്തെ ഈ ഉമ്മത്ത് സാരി ഉടുത്തി ഡാൻസും ചെയ്ത് കോമാളിത്തരം കാണിച്ചിട്ട് അവരുടെ മനസ്സു വേദനിപ്പിക്കുക ചെയ്യുക. എനിക്കതാ സങ്കടം തോന്നുന്നേ. അവരുടെ മനസ്സുകൾക്ക് പോലും വേദനയുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉമ്മത്ത്. ഈ നമ്മുടെ ഉമ്മത്ത് ചെയ്യുന്നത് മാത്രമേ വീഡിയോയുള്ളൂ, പ്രസംഗമുള്ളൂ, പാട്ടുമുള്ളൂ, വേറൊന്നുമില്ല. എടോ, എല്ലാം പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കണമെന്ന. ലക്കും ദീനക്കും വലിയ ദീൻ. അവർക്ക് അവരവരുടേതായ ദീൻ, അവരവരുടെ വിശ്വാസങ്ങൾ, അവരവരുടെ ആദർശം, ആശയം ബഹുമാനിക്കാൻ നീ പഠിക്ക്, ആദരിക്കാൻ നീ പഠിക്ക്. എന്തിനാ പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്, മറ്റുള്ളവരുടെ മനസ്സുകൾക്ക് വേദനയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്തിനാ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നേ? ഓണം എന്ന് പറയുന്നത് പണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാവർക്കും അറിയാം. ഓണം വരുമ്പോ സദ്യ കൊണ്ടുവരും അയൽവാസികൾ. 10ാം ക്ലാസ് സ്കൂളിൽ പരീക്ഷയ്ക്ക് ഓണപരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ലീവാ. അടുത്തുള്ള ഹൈന്ദവരൊക്കെ നമുക്ക് സദ്യ കൊണ്ടുതരും, നമ്മൾ പെരുന്നാളിന് അങ്ങോട്ട് കൊടുക്കും. ഇതൊക്കെ ഒരു സന്തോഷവും ഇന്നത് വലിയൊരു സൗഹാർദ്ദമായി മാറി. അതൊക്കെ ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യമായി മാറി. ആഘോഷിക്കലും അടിച്ചുപൊളിക്കലും അതൊന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സഹോദരങ്ങളെ. മറ്റൊരാളെ വേദനിപ്പിക്കലല്ല. ഇന്ന് കേരളത്തിന്റെ ഒരു ആഘോഷമായി തന്നെ അത് മാറിയിരിക്കുന്നു. അതൊരു വേറൊരു വശം ചിന്തിക്ക്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ അവരുടെ മനസ്സുകൾക്ക് വേദനയുണ്ടാകുന്ന രീതിയിൽ ഈ മുസ്ലിം ഉമ്മത്ത് എന്തിനാണ് പ്രവർത്തിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ.